الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ അൻഫാലിലെ 24-ാം വചനത്തിലുള്ളത്. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന സന്ദേശത്തിലേക്ക് അള്ളാഹും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം. രണ്ടാമത്തെ കാര്യം, വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. ഒരു മനുഷ്യനും അവൻ്റെ ഹൃദയത്തിനുമിടയിൽ അള്ളാഹു മറയിടും. അക്കാര്യം നിങ്ങൾ ഭയക്കണം, സൂക്ഷിക്കണം എന്നത്. മൂന്നാമത്തെ കാര്യം, വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണത്. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ ഏതൊരു അള്ളാഹുവിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ആ അള്ളാഹുവിനെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ജീവിക്കണം എന്നത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നാസിറു സഅദി റഹ്മഹുല്ലാ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഫൽ യുക്തിരിൽ അബ്ദു മിൻ ഖൗൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് യാ മുസദ്ദിഫൽ ഖുലൂബ് സദ്ദിഫ് ഖൽബി ഇലാ ത്വാഅതിക്. ഒരു വിശ്വാസിയായ അടിമ തൻ്റെ പ്രാർത്ഥനകളിൽ വർദ്ധിപ്പിക്കണം, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, ഹൃദയങ്ങളെ തെറ്റിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം, എൻ്റെ ഹൃദയത്തെ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് നീ തെറ്റിക്കണം എന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ദീനും ദീനീ കാര്യങ്ങളും എന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം ബോധ്യപ്പെട്ട് സ്വീകരിക്കേണ്ടവയല്ല. അവ തീർത്തും വഹയിലൂടെ സ്ഥിരപ്പെട്ടതും അങ്ങനെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കേണ്ടതുമാണ്. സൂറത്തുൻ നജ്മിൻ്റെ ആദ്യ വചനങ്ങളിൽ കാണും, വന്നജ്മി ഇദാ ഹവാ. ആർക്കും ബോധ്യപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ആദ്യ വചനം. നക്ഷത്രം തന്നെയാണ് സത്യം, അത് അസ്തമിക്കുമ്പോൾ. ശേഷം അള്ളാഹു പറഞ്ഞത്, മാലല്ല സ്വാഹിബുക്കും വമാ ഗവ. നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ അൽ അമീൻ എന്ന് 40 വർഷക്കാലം ഓമനപ്പേരിൽ വിളിച്ച
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, തോന്നിയതൊന്നും സംസാരിക്കുന്നവനല്ല അദ്ദേഹം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, മതപരമായി അദ്ദേഹം സംസാരിച്ചതൊക്കെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വഹയിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുക, അതിൽ സംശയിക്കാതിരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, തീർച്ചയായും സത്യവിശ്വാസികൾ അവർ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബു, അവരൊരിക്കലും സംശയത്തിലാകുകയില്ല എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ 2 മഹാത്ഭുതങ്ങളാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് നമുക്കൊക്കെ അറിയും. ഏത് മാസത്തിലാണ്, ഏത് ദിവസത്തിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് എന്നത് തിട്ടപ്പെടുത്തി പറയാൻ വ്യക്തമായ തെളിവുകൾ, വ്യക്തമായ പ്രമാണം നമ്മുടെ മുമ്പിലില്ല. അത് സംഭവിച്ചിട്ടുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെ തെളിവാണ്. ധാരാളം ഹദീസുകളും അതിന് പിൻബലം നൽകുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിലെ ആദ്യ വചനം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ കൊണ്ട് ആ രാപ്രയാണം നടത്തിച്ച അള്ളാഹു എത്രമാത്രം പരമപരിശുദ്ധനാണ്. പലരും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അതിനെ അളന്നു നോക്കി അത് വിശ്വസിക്കാനൊരു പ്രയാസമുള്ള പലരും അതൊക്കെ ഒരു സ്വപ്നം മാത്രമല്ലേ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസിക്കത് പറയാൻ കഴിയില്ല. അവിടെ അള്ളാഹു പ്രയോഗിച്ചത് അബ്ദ് എന്ന വാക്കാണ്. ബി അബ്ദിഹി ബിർറൂഹി വൽ ജസദ്, റൂഹും ജസദും ചേരുമ്പോഴാണ് ഒരു അടിമ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നൊക്കെ ഭാഷയിൽ പ്രയോഗിക്കുക. അതുകൊണ്ട് തന്നെ അത് ജസദ് കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർച്ചയിൽ തന്നെ, തൻ്റെ ഉണർച്ചയുടെ സമയത്ത് ഉണർവോടെ നിർവഹിക്കപ്പെട്ട ഒരു യാത്രയാണത് എന്ന് വ്യക്തമാണ്. സൂറത്തു നജ്മിൽ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ, തൻ്റെ റബ്ബിൽ നിന്ന് വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം ആ യാത്രയിൽ കാണുകയുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രധാനം. അതാണ് ഇസ്രാ മിഅ്റാജിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. മിഅ്റാജ് ആകാശയാത്രയാണ്. ഒരുപക്ഷെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ അളന്നു നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണത്. മറിച്ച് ഈമാൻ എന്നത്, അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം എന്നത് നമ്മെ അത് വിശ്വസിപ്പിക്കുന്നു, നമ്മെ അത് അംഗീകരിപ്പിക്കുന്നു. നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവ്വലുസ് സ്വഹാബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന നാമകരണം, പേര് തന്നെ വരാൻ കാരണം ഇസ്രാഉം മിഅ്റാജുമാണ്. മക്കയിലെ മുശ്രിക്കുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു പറഞ്ഞ ഇസ്രാഉം മിഅ്റാജും എന്ന കാര്യം എടുത്തു പറഞ്ഞ് പിൻവലിച്ചു കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചപ്പോ, ഞാനിതാ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സത്യമാണ്. ഒരു നിമിഷ നേരം കൊണ്ട് ആകാശത്തിൽ നിന്ന് വഹി വരുന്നതിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോഴാണ് സമ്മാക്കല്ലാഹു അസ്സുദ്ദീഖ് യാ അബൂബക്കർ, അബൂബക്കറെ താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേരിട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മിഅ്റാജ് എന്ന ആകാശയാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, തൻ്റെ റബ്ബിലേക്ക് സദാസമയം ഒരു യാത്ര പോകേണ്ടവരാണ്, യാത്ര പോയിക്കൊണ്ടിരിക്കേണ്ടവരാണ് നമ്മളെന്ന പാഠമാണ് അതിലേറ്റവും വലുത്. അള്ളാഹു ഉണർത്തി, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ,
ആ അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ ഒരു താക്കീതുകാരനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നാസിറു സഅദി റഹ്മഹുല്ല ഈ ആയത്തിൽ പറഞ്ഞ ഫഫിറു ഇലല്ലാ, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുക എന്നതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഫിറാറു മിമ്മാ യക്റഹു അല്ലാഹു ളാഹിറൻ വ ബാത്തിന ഇലാ മാ യുഹിബ്ബുഹു ളാഹിറൻ വ ബാത്തിന. അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങൾ, അത് പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ, അവയിൽ നിന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കണം. ഫിറാറും മിനൽ ജഹിലി ഇലൽ ഇൽം, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് ഒരു വിശ്വാസി ഓടിക്കൊണ്ടിരിക്കണം. വമിനൽ കുഫ്രി ഇലൽ ഈമാൻ, സത്യനിഷേധ പ്രവർത്തനങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസി ഓടിക്കൊണ്ടിരിക്കണം. വമിനൽ മഅസിയത്തി ഇല ത്വാഅ, അള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം. വമിനൽ ഗഫ്ലത്തി ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ മറന്ന് അശ്രദ്ധമായി ജീവിക്കുന്നതിൽ നിന്ന് സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന തലത്തിലേക്ക് ഒരു വിശ്വാസി പോയിക്കൊണ്ടിരിക്കണമെന്നതാണ്. ഇത് ഇസ്രാ മിഅ്റാജിൽ നിന്നുള്ള നമുക്കുള്ള വലിയ പാഠമാണ്. മറ്റൊന്ന്, ഇബാദത്തുകൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ ധന്യമാക്കണം എന്ന പാഠം. മരണം വരെ ഇബാദത്തിൽ മുഴുകേണ്ടവരാണ് നാം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമെന്ന ആ ഉറപ്പ് നിനക്ക് വരുന്നത് വരെ നിന്റെ റബ്ബിന് നീ ഇബാദത്ത് ചെയ്യണമെന്നതാണ്. മിഅ്റാജ് യാത്രയിലാണ് നമുക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. 50 വക്ത് തീരുമാനിച്ചതിൽ നിന്ന് 5ആയി ചുരുക്കപ്പെട്ടതും ആ 5 തെറ്റാതെ കണിശമായി നിർവഹിക്കാനുള്ള കൽപ്പന അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എല്ലാ നബിമാരും പഠിപ്പിച്ച ഇബാദത്താണ് നമസ്കാരം. അവ്വലുമായി യുഹാസബു ബിഹിൽ മർഉ യൗമൽ ഖിയാമ അനിസ്സലാ, നാളെ പരലോകത്ത് തൻ്റെ ആരാധനകളിൽ, ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ആരാധനകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. ആ നമസ്കാരത്തിൽ കണിശതയോടെ നിലകൊള്ളണമെന്ന പാഠം ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകണം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യظുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. സത്യവിശ്വാസികൾക്കാണ് നമസ്കാരം ഭാരമല്ലാത്ത ഒന്നായി മാറുക എന്നാണ് ഈ വചനത്തിലുള്ളത്. നിങ്ങൾ നമസ്കരിച്ചും ക്ഷമിച്ചും അള്ളാഹുവിന്റെ സഹായങ്ങൾക്ക് നിങ്ങൾ വിധേയരാകുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിയുള്ളവർക്കല്ലാതെ ആ നമസ്കാരം വലിയ പ്രയാസമാണ് എന്നാണ്. സത്യവിശ്വാസികൾക്ക് അതൊരു എളുപ്പമാകാൻ, അത് സന്തോഷമാകാൻ കാരണമെന്താ? അല്ലദീന യظുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും ഞങ്ങൾ, ആ റബ്ബിലേക്കാണ് ഞങ്ങൾ മടങ്ങി പോകുന്നത് എന്ന ഉറച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. ഇത് ഇസ്രാ മിഅ്റാജിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമസ്കാരം നാം എത്ര ജീവിത തിരക്കുകളിൽപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, എത്ര സമയമില്ല എന്ന ഓട്ടത്തിനിടയിലും വിശപ്പ് വന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കും. മലമൂത്ര വിസർജനത്തിന് നാം സമയം കാണും, വസ്ത്രം മാറ്റാൻ നാം സമയം കാണും, നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ നാം മുഴുകും. ഇതുപോലെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിക്കുന്ന നമ്മൾ ഇബാദത്ത് ജീവിതത്തിന്റെ ഭാഗമായി കാണണം. അതാണ് അതിലുള്ള പാഠം. മറ്റൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള പ്രേരണ ഇസ്രാ മിഅ്റാജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഉരിജബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറു മിൻ നുഹാസിൻ, എനിക്ക് ആകാശയാത്ര മിഅ്റാജ് ഉണ്ടായ സന്ദർഭത്തിൽ ഒരു കൂട്ടം ആളുകളുടെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി. അവർക്ക് ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങൾ ഉണ്ടായിരുന്നു. യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, ആ നഖങ്ങൾ കൊണ്ട് അവർ തന്നെ അവരുടെ മുഖങ്ങളും മാറിടങ്ങളും മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുന്നു. ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഇവരാരാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഅറാദിഹിം, മനുഷ്യരുടെ മാംസം തിന്നുന്നവരായിരുന്നു അവർ എന്ന് പറഞ്ഞാൽ നമീമത്തിലും ഗീബത്തിലുമായി ജീവിതം കഴിച്ചു കൂട്ടിയവർ. വയഖഊന ഫീ അഅറാദിഹിം, മനുഷ്യരുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയവരായിരുന്നു അവർ എന്നാണ്. ഇതൊക്കെ ഇന്നും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളാണ്. നമ്മൾ എത്ര
ഏതൊക്കെ സൗകര്യങ്ങളും നമുക്കുണ്ടെങ്കിലും ഇത്തരം തിന്മകളിൽ നിന്ന് ആരും മുക്തരല്ല. നമീമത്തിലും ഗീബത്തിലുമായി കഴിഞ്ഞുകൂടുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ അഭിമാനം തകർക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഉണ്ടാകുന്നു. അത് പരലോകത്ത് വലിയ ശിക്ഷക്ക് വിധേയമാകുന്ന തിന്മകളാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറർതു ലൈലത ഉസ്രിയ ബി അലാ ഖൗമിൻ തുഖറലു ശിഫാഹുഹും ബിമഖാരിള മിൻ നാർ. ഒരു കൂട്ടം ആളുകൾ തീ കൊണ്ടുള്ള കത്രികകൾ കൊണ്ട് അവരുടെ ചുണ്ടുകളും നാവുകളും മുറിക്കപ്പെടുന്ന ഭയാനകമായ രംഗം. റസൂലുള്ള ചോദിച്ചു, മാ ഹൗലാഇ, ഇവരാരാണ് എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഹാ ഉലാഇ ഖുതബാഉ ഉമ്മത്തിക മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ നിന്റെ സമൂഹത്തിൽപ്പെട്ട പ്രഭാഷകരായിരുന്നു അവർ. കാനു യഅ്മുറൂന അന്നാസ ബിൽ ബിദ്ദി വയൻസൗന അൻഫുസഹും, അവർ ജനങ്ങളോട് നന്മ കൽപ്പിച്ച് പ്രഭാഷണം നടത്തും. അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കും, അവരെ തന്നെ മറന്നു. വഹും യത്ലൂനൽ കിതാബ അഫലാ യഅഖിലൂൻ, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ് ആ നന്മ കൽപ്പിച്ചിരുന്നത്. പക്ഷേ ആ പറയുന്ന നന്മ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരിൽ അവർ പിന്നിലായി. അതാണ് അവർക്ക് വന്ന അവസ്ഥ എന്നാണ്. ഇത് ദീന് പഠിപ്പിക്കുന്ന, ദീനിന്റെ ഉപദേശം നിർവഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇസ്റാഉം മിഅ്റാജും. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം, മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കാണ് ഇസ്റാ ഉണ്ടായത്. ആ രണ്ട് മസ്ജിദുകളുമായുള്ള നമ്മുടെ ഒരു ബന്ധം, അല്ലെങ്കിൽ ആ മസ്ജിദുകളുടെ മഹത്വം അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 മസ്ജിദുകളിലേക്കല്ലാതെ വാഹനം കെട്ടിപ്പുറപ്പെട്ടുള്ള തീർത്ഥയാത്ര, പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥയാത്ര 3 മസ്ജിദുകളിലേക്ക് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അൽ മസ്ജിദുൽ ഹറാം, ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, വ മസ്ജിദി ഹാദ, മസ്ജിദുൻ നബവി എന്ന മദീനത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള മസ്ജിദുൻ നബവി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. ഈ 3 മസ്ജിദുകളിലേക്ക് മാത്രമാണ് തീർത്ഥയാത്ര. ഇന്ന് നമ്മുടെ നാടുകളിൽ ഇന്നും കെട്ടി ഉയർത്തപ്പെട്ട മക്ബറകളിലേക്കുള്ള യാത്രകൾ നിർവഹിക്കുന്ന സാധാരണ മുസ്ലിമീങ്ങളെ കാണാൻ കഴിയും, അതിന് പ്രേരിപ്പിക്കുന്നവരെ കാണാൻ കഴിയും. ഒരടിസ്ഥാനവും അതിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു യാത്ര പുറപ്പെടൽ ഈ 3 മസ്ജിദുകളിലേക്ക് മാത്രമേ പാടുള്ളൂ എന്നതാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന അറിവുകളായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്റാഉം മിഅ്റാജും ഏത് മാസത്തിൽ ഏത് ദിവസത്തിൽ എന്ന് നിർണയിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ലെങ്കിലും വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും നടന്ന 2 മഹാസംഭവങ്ങളാണത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുക, പ്രമാണങ്ങൾക്കൊപ്പം നിലകൊള്ളുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ചും റജബ് മാസം പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ ആളുകൾ മുഴുകുന്നുണ്ട്. പലപ്പോഴും സൂചിപ്പിച്ചതാണ്, റജബ് മാസം എന്ന നിലക്ക് ഒരു പ്രത്യേക നോമ്പ്, പ്രത്യേക ആചാരം, ഒരു പ്രത്യേക ഇബാദത്ത് നമുക്ക് നിർവഹിക്കാനില്ല. ഷെയ്ഖ് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണും, വഹാദിഹി ലൈലത്തുല്ലത്തി ഹസ്സല ഫീഹൽ ഇസ്റാഉ വൽ മിഅ്റാജു ലം യഅതി ഫിൽ അഹാദീഥി സ്വഹീഹ മുഅയ്യന എന്ന് പറഞ്ഞാൽ, ഇസ്റാഉം മിഅ്റാജും സംഭവിച്ച ആ രാവ് ലം യഅതി ഫിൽ അഹാദീഥി സ്വഹീഹത്തി തഅയീനുഹ, അത് ഇന്ന രാവിലാണ് സംഭവിച്ചത് എന്ന് നിർണയിച്ചു പറയുന്ന ഹദീസുകൾ വന്നിട്ടില്ല. ലാ ഫി റജബ വലാ ഫി ഗൈരിഹി, അത് റജബോ റജബ് അല്ലാത്ത മാസമോ അതിലങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വകുല്ലു മാ വറദ ഫി തഅയീനിഹ ഫഹുവ ഗൈറു സാബിത്തിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ അഹ്ലിൽ ഇൽമി
ഇൽമി ബിൽ ഹദീസ്, ഹദീസുകളെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ വിഷയമായി സ്ഥിരപ്പെട്ട ഹദീസും വന്നിട്ടില്ല എന്നാണ്. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുള്ള പറഞ്ഞത്, വഅമ്മ സിയാമു ഫലം യസിഹ ഫീ ഫളി സൗമി റജബ് ബിഖുസൂസിഹി ഷൈഉൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിൽ നിന്നോ റജബിന്റെ ഫള് മനസ്സിലാക്കി പ്രത്യേക നോമ്പനുഷ്ഠിച്ചത് വന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മിഅ്റാജിന്റെ രാവ് എന്ന നോമ്പ്, മിഅ്റാജിൽ പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായ ദിക്റുകൾ, സ്വലാത്തുകൾ, അതൊന്നും സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹ. ഏതൊരു ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച സ്വഹാബത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് നിർവഹിക്കേണ്ടതില്ല എന്നാണ്. അവർ നോൽക്കാത്തൊരു നോമ്പ് നമുക്ക് നോൽക്കാനില്ല. അവർ ചൊല്ലാത്തൊരു സ്വലാത്തും ദിക്റും നമുക്കുരുവിടാനില്ല. ആ നിലക്ക് തന്നെ ദീനിനെ മനസ്സിലാക്കണം. സുന്നത്തുകളെ പോലെ ബിദ്അത്തുകളുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് പരമാവധി സുന്നത്തിന്റെ കൂടെ തന്നെ നിലനിൽക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്, അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലുമായി ഞങ്ങളെ ജീവിപ്പിക്കണം എന്നത്. അതിനുള്ള ഒരു പരിശ്രമം പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകണം. ദീന് ഉള്ള സമയങ്ങളിൽ പഠിച്ച് ശരിയാവണ്ണം നിലനിർത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.